നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സേവ് ഫാമിലി സേവ് എറ്റേണൽ ലൈഫ് എന്ന നമ്മുടെ ഈ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ഗ്രൂപ്പിന്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന പഠനങ്ങളും പ്രാർത്ഥനകളും വചന പ്രഘോഷണവുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ സംപ്രേഷണം ചെയ്യുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ മൽപ്പാൻ സ്നേഹ ബഹുമാനപ്പെട്ട ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛന്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കമാണ്. ഇന്നത്തെ 16-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കുടുംബ ജീവിതത്തെ കുറിച്ചുള്ള പ്രബോധന ഗ്രന്ഥങ്ങളുടെ, പ്രത്യേകിച്ച് സുഭാഷിതങ്ങളിലും പ്രഭാഷക ഗ്രന്ഥത്തിലും നിന്നുള്ള കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയും എന്ന് പ്രത്യാശിക്കുന്നു. കുടുംബം സുഭാഷിതങ്ങളിൽ ഇസ്രായേൽ ജനത്തിനിടയിലെ ജ്ഞാനികൾ ഉദീരണം ചെയ്തതോ ഇതര ജ്ഞാനകൃതികളിൽ നിന്ന് സമാഹരിച്ചതോ ആണ് സുഭാഷിത ഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം. അതിൽ ജീവബന്ധിയായ പൊതുസത്യങ്ങളും ധാർമ്മിക ജീവിത തത്വങ്ങളും ആധ്യാത്മിക ജീവിത ദർശനങ്ങളും കാണാനാകും. ദൈവവും ദൈവജനവും തമ്മിലുള്ള ബന്ധത്തെ ഭാര്യാഭർത്തൃബന്ധത്തിൽ അധിഷ്ഠിതമായ കുടുംബ ബന്ധത്തോട് ഉപമിക്കുക പഴയ നിയമത്തിന്റെ പ്രത്യേകതയാണ്. അതുപോലെ പിതാവ്, മാതാവ്, ഭർത്താവ്, ഭാര്യ, മകൻ, മകൾ എന്നീ സംജ്ഞകൾ ഉപയോഗിച്ചാണ് ജ്ഞാനത്തെയും അവതരിപ്പിക്കുക. എങ്കിലും ഈ അവതരണത്തിൽ കുടുംബജീവിതത്തോട് ബന്ധപ്പെട്ട വിലപ്പെട്ട പ്രബോധനങ്ങളുണ്ട്. അവയുടെ വെളിച്ചത്തിൽ കുടുംബത്തെ അവതരിപ്പിക്കുവാനാണ് ഇവിടെ പരിശ്രമിക്കുക. ശിക്ഷണം നൽകുന്ന കുടുംബം. കുടുംബത്തെ സംബന്ധിച്ച് സുഭാഷിത ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നു: മകനേ, നിന്റെ പിതാവിന്റെ പ്രബോധനം ചെവിക്കൊള്ളുക, മാതാവിന്റെ ഉപദേശം നിരസിക്കരുതേ. അവ നിന്റെ ശിരസിന് വിശിഷ്ടഹാരവും കഴുത്തിന് പതക്കങ്ങളും അത്രേ. സുഭാഷിതം 1:8-9. മാതാവ്, പിതാവ്, മകൻ എന്നിവരെ ബന്ധിപ്പിച്ച് നൽകുന്ന ഈ ഉപദേശം കുടുംബത്തിലെയും സമൂഹത്തിലെയും സദ്വ്യാപാരം ലക്ഷ്യം വെച്ചുള്ളതാണ്. മാതാപിതാക്കന്മാർ നൽകുന്നതും മകന് ഭൂഷണമായി ഭവിക്കുന്നതുമാണ് ശിക്ഷണവും അഭ്യസനവും. പിതാവ് നൽകുന്നത് ശിക്ഷണവും മാതാവ് നൽകുന്നത് അഭ്യസനവുമാണ്. ആദ്യത്തേത് കേൾക്കണം, രണ്ടാമത്തേത് ഉപേക്ഷിക്കരുത്. തലമുറകളിലൂടെ കൈമാറുന്ന പ്രബോധനം സ്വീകരിക്കുവാനും തിന്മയെ ഉപേക്ഷിക്കുവാനും സുഭാഷിതങ്ങളുടെ ഗ്രന്ഥം ഉപദേശിക്കുന്നു. നമ്മുടെ പൂർവികരിലൂടെ നമുക്ക് പകർന്നു കിട്ടിയ ജീവനും ജീവിതവും സമ്പത്തും കാത്തു സൂക്ഷിക്കുന്നത് പോലെ അവർ നമ്മെ പരിശീലിപ്പിച്ച നന്മയും നാം പിന്തുടരുകയും അടുത്ത തലമുറയെ പരിശീലിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ലോകത്തിന്റെ പ്രലോഭനങ്ങൾക്കടിമപ്പെട്ട് സമ്പത്ത് മാത്രം അടുത്ത തലമുറയ്ക്കായി കരുതി വെക്കുന്നത് അപകടകരമാണ്. നമുക്ക് പകർന്നു കിട്ടിയ വിശ്വാസവും നന്മ നിറഞ്ഞ ജീവിതവും പിൻതലമുറകൾക്ക് കൈമാറാനുള്ള പരിശ്രമം കുടുംബങ്ങളിൽ ഉണ്ടാവണം. ദാമ്പത്യ വിശ്വസ്തതയുള്ള കുടുംബം. സ്ത്രീ പുരുഷ ബന്ധത്തിൽ ഉണ്ടാകാവുന്ന ഒരു വലിയ തിന്മയാണ് വ്യഭിചാരവും വേശ്യാവൃത്തിയും. അതൊഴിവാക്കുക എന്നത് കുടുംബത്തിന്റെ നിലനിൽപ്പിന് അത്യാവശ്യമാണ്. അതിന് ശരിയായ ജ്ഞാനം ഉണ്ടാകണം. അത് മാതാപിതാക്കളുടെ ശരിയായ ശിക്ഷണത്തിലൂടെയാണ് ഉണ്ടാവുക. ദൈവം തന്റെ ജനത്തിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ഹൃദയത്തിൽ സൂക്ഷിക്കണമെന്നും മക്കൾക്ക് ഉരുവിട്ടു കൊടുക്കണമെന്നും വീട്ടിലായിരിക്കുമ്പോഴും നടക്കുമ്പോഴും കിടക്കുമ്പോഴും ഉണരുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണമെന്നും കയ്യിലും നെറ്റിത്തടത്തിലും വീട്ടുവാതിൽക്കലും കവാടത്തിലും എഴുതി വെക്കണമെന്നും
ദൈവം മോശ വഴി കൽപ്പിച്ചിരിക്കുന്നു. സുഭാഷിതത്തിൽ അതേ ഭാഷയിലാണ് ജ്ഞാനത്തെ പറ്റിയും പറയുന്നത്. അതൊരുവനെ വഴി നയിക്കും, കിടക്കയിൽ കാക്കും, ഉണർവിൽ ഉപദേശിക്കും. ദുഷിച്ച സ്ത്രീ എന്ന് 6:24 പറയുന്നത് അയൽക്കാരന്റെ ഭാര്യ എന്നാണ്. 6:26 കാണുന്നത് വ്യഭിചാരം ചെയ്യുവാനുള്ള പ്രലോഭനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനുള്ള ഉപദേശമാണ് സുഭാഷിതം 6:25-35 നൽകുന്നത്. മാറിടത്തിൽ തീ കൊണ്ട് നടക്കുന്നത് പോലെയും കനലിനു മീതെ കാൽ വെക്കുന്നത് പോലെയും പിടിക്കപ്പെട്ട മോഷ്ടാവിനെ പോലെയും ആണ് വ്യഭിചാരം. അതുകൊണ്ട് വ്യഭിചാരം ചെയ്യുന്നവൻ സുബോധമില്ലാത്തവനാണ്. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ദാമ്പത്യ വിശ്വസ്തത മനുഷ്യന്റെ ജീവിത സുസ്ഥിതിക്കും കുടുംബ ഭദ്രതയ്ക്കും അനിവാര്യമാണ് എന്നതാണ്. ഉത്തമയായ ഭാര്യയുള്ള കുടുംബം. ഉത്തമയായ ഭാര്യ രത്നങ്ങളേക്കാൾ അമൂല്യയാണ്. അവളിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ കഴിയുമ്പോൾ ഭർത്താവിന് ആജീവനാന്തം നന്മ കൈവരികയും അയാളുടെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ അതിരാവിലെ ഉണർന്ന് കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണമൊരുക്കുകയും വീട്ടിലെ ജോലികൾ വേണ്ടതുപോലെ ക്രമീകരിക്കുകയും ചെയ്യുന്നു. പകൽ വീടിന് ചുറ്റുമുള്ള നിലമൊരുക്കി ഉപകാരമുള്ള കൃഷിപ്പണികളും രാത്രിയിൽ വീടിനുള്ളിൽ ചെയ്യാവുന്ന തയ്യൽ പണികളും അവൾ ചെയ്യുന്നു. കുടുംബാംഗങ്ങളെ സ്നേഹിച്ച് ശുശ്രൂഷ നിർവഹിക്കുന്ന അവൾ സമൂഹത്തിലുള്ള ദരിദ്രർക്കും ദാനം ചെയ്യുകയും അവരെ ആവുന്നിടത്തോളം സഹായിക്കുകയും ചെയ്യുന്നു. ആണ്ടുവട്ടത്തിലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ കുടുംബാംഗങ്ങൾക്കെല്ലാം ആവശ്യമുള്ള വസ്ത്രങ്ങൾ ഉണ്ടെന്ന് അവൾ ഉറപ്പാക്കുന്നു. മനോഹരമായ വസ്ത്രങ്ങൾ കുടുംബാംഗങ്ങൾക്കെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കുന്നത് കൊണ്ട് അവരുടെ ഭർത്താവ് പുറത്തെ പരിപാടികൾക്കായി പോകുമ്പോൾ ബഹുമാന്യനും ശ്രദ്ധേയനുമാകുന്നു. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി മനോഹരമായ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നതോടൊപ്പം അവ കൊണ്ട് പുറത്തുള്ളവർക്ക് ഉപകാരമുണ്ടാകത്തക്ക വിധം അവൾ ശുശ്രൂഷ ചെയ്യുന്നു. പ്രായോഗിക കാര്യങ്ങളിലെല്ലാം ഈ വിധത്തിൽ കഴിവും മികവും പ്രകടിപ്പിക്കുന്ന അവൾ മാനസികമായും ഉന്നത നിലവാരം പുലർത്തുന്നവളാണ്. എല്ലാവർക്കും നന്മയുളവാകുന്ന ജ്ഞാനവും ഉപദേശവും കൊടുക്കുവാൻ അവൾക്ക് കഴിയും. കുടുംബാംഗങ്ങൾക്കെല്ലാം യഥാസമയം എല്ലാ കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് അവൾ ജാഗ്രത പുലർത്തുന്നു. സുഭാഷിതം 31:27. ഭർത്താവും കുടുംബാംഗങ്ങളെല്ലാവരും അവരുടെ വ്യക്തിത്വത്തിന്റെ സൗകുമാര്യം ആസ്വദിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ എല്ലാ അടിസ്ഥാനം ദൈവഭക്തിയാണെന്ന് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യുന്നു. ഇപ്രകാരം ഉത്തമരായ ഭാര്യമാരായി തീരുവാൻ എല്ലാ കുടുംബിനികളും പരിശ്രമിക്കേണ്ടതുണ്ട്. കുടുംബം പ്രഭാഷക ഗ്രന്ഥത്തിൽ. പഴയ നിയമത്തിലെ പ്രഭാഷക ഗ്രന്ഥത്തിൽ കുടുംബബന്ധങ്ങളെ പരാമർശിക്കുന്ന ചുരുക്കം ചില ഭാഗങ്ങളുണ്ട്. നിയമവും പ്രവാചകന്മാരും തനിക്ക് മുമ്പുണ്ടായിരുന്ന ഗുരുക്കന്മാരുടെ സൂക്തങ്ങളും ചരിത്രങ്ങളുമെല്ലാം വിചിന്തന വിഷയമാക്കിയ പ്രഭാഷകൻ പുതിയ നിയമ കാഴ്ചപ്പാടുകൾക്കും ക്രിസ്തീയ ധാർമ്മിക ശാസ്ത്രത്തിനും ചേർന്ന ഉൾക്കാഴ്ചകളാണ് നൽകുന്നത്. അതിന്റെ ഒരു സൂചനയാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചുകൊണ്ടുള്ള പ്രഭാഷകന്റെ പ്രാർത്ഥന. പ്രഭാഷകൻ 23:1-6. ദൈവത്തെ ഇസ്രായേലിന്റെ പിതാവായിട്ടാണ് പഴയ നിയമ ഗ്രന്ഥങ്ങൾ പൊതുവെ കരുതുന്നത്. വിശുദ്ധ ഗ്രന്ഥകാരന്മാരിൽ ആദ്യം പ്രഭാഷകനാണ് ദൈവത്തെ ഒരു വ്യക്തിയുടെ പിതാവായി കാണുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് ക്രിസ്തീയ കാഴ്ചപ്പാടിനോട് അടുത്ത ഒരു നിലപാടാണ് പ്രഭാഷകനിലുള്ളത് എന്ന് കാണാം. മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കുടുംബം. പ്രഭാഷക ഗ്രന്ഥം 1-2 അധ്യായങ്ങളിൽ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം വിചിന്തന വിഷയമാക്കുമ്പോൾ 3-ാം അധ്യായം ഒരുവന് സ്വന്തം മാതാപിതാക്കളോടുള്ള കടമ ധ്യാന വിഷയമാക്കുന്നു. മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന 4-ാം പ്രമാണത്തിന്
യുക്തിസഹമായ വിശദീകരണം നൽകുന്ന ഭാഗമാണ് പ്രഭാഷകൻ 3-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. മധ്യപൂർവ്വ ദേശത്ത് അക്കാലത്ത് നിലവിലിരുന്ന കൂട്ടുകുടുംബ പശ്ചാത്തലത്തിലായിരിക്കും ഈ ഉപദേശം. പ്രായപൂർത്തിയായ മക്കൾ മാത്രമല്ല, വിവാഹം കഴിഞ്ഞ മക്കളും അവരുടെ കുടുംബാംഗങ്ങളും പിതൃകുടുംബത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. മാതാപിതാക്കൾ പ്രായമാകുന്നതോടെ അവരുടെ സ്വഭാവ രീതികളിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. സ്വന്തമായ കുടുംബങ്ങളും സ്വപ്നങ്ങളുമുള്ള മക്കളുടെ താല്പര്യങ്ങളും വ്യത്യസ്തങ്ങളായിരിക്കാം. അവർ തമ്മിൽ മത്സരങ്ങളും ഉണ്ടാകാം. ഈ പശ്ചാത്തലത്തിൽ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക എന്നത് വലിയ ഉത്തരവാദിത്തമായി തീരുന്നു. കുടുംബ വ്യവസ്ഥിതിക്ക് എന്തു മാറ്റം സംഭവിച്ചാലും മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന പ്രമാണത്തിന് മാറ്റമൊന്നും ഉണ്ടാകുന്നില്ല. ഈ ലോകത്തിൽ തന്നെ പ്രതിഫലം ലഭിക്കുന്ന ജീവിതം. മാതാപിതാക്കന്മാരെ ബഹുമാനിച്ചാൽ ദീർഘായുസ് ലഭിക്കുമെന്ന് നിയമഗ്രന്ഥം പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് 20:12. പ്രഭാഷക ഗ്രന്ഥം ഇത് ആവർത്തിക്കുന്നുണ്ട്. 3:6. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുന്നവർക്ക് ആത്മീയവും ശാരീരികവുമായ മറ്റനേകം നേട്ടങ്ങൾ ഈ ലോകത്തിൽ തന്നെ ഉണ്ടാകുമെന്ന് പ്രഭാഷക ഗ്രന്ഥം പഠിപ്പിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പാപത്തിന് പരിഹാരമാണ്. 3:3. അമ്മയെ ബഹുമാനിക്കുന്നവൻ തനിക്കായി നിക്ഷേപം കൂട്ടിവെക്കുന്നു. 3:4. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. 3:4. സ്വന്തം മാതാപിതാക്കന്മാരോട് ചെയ്യുന്നതിനനുസൃതമായിരിക്കും ഒരാളുടെ മക്കൾ അയാളോട് ചെയ്യുന്നത് എന്നുള്ള വിശ്വാസം ഇന്നും പലരുടെയും ഇടയിലുണ്ട്. അത് അനുഭവത്തിൽ പലപ്പോഴും കാണാവുന്നതുമാണ്. പരസ്നേഹ പ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കുമെന്നുള്ളത് വിപ്രവാസ ശേഷം ഇസ്രായേല് വളർന്നു വന്ന ഒരു വിശ്വാസമാണ്. രാഷ്ട്രത്തിന്റെ നിയമങ്ങളെ മറികടന്നുള്ള തോബിത്തിന്റെ പരസ്നേഹ പ്രവർത്തികൾ ഇതിന് ഉദാഹരണമാണ്. തോബിത്ത് 14:10-11. പരസ്നേഹ പ്രവർത്തികളിലൂടെ സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ കരുതി വെക്കാൻ കഴിയുമെന്നത് പിൽക്കാലത്ത് പുതിയ നിയമത്തിൽ വ്യക്തമായി കാണുന്നുണ്ട്. ഭാഗ്യപൂർണമായ ജീവിതം. സൗഭാഗ്യപൂർണമായ ജീവിതം എന്നത് സൗഭാഗ്യപൂർണമായ കുടുംബത്തിലൂടെയാണ് സാക്ഷാത്കരിക്കുന്നത് എന്ന ആശയമാണ് പ്രഭാഷക ഗ്രന്ഥം അവതരിപ്പിക്കുന്നത്. എന്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുന്നു. അവ കർത്താവിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരമാണ്. സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം, ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം. പ്രഭാഷകൻ 25:1. 3 ബന്ധങ്ങളാണ് ജീവിതത്തെ ഭാഗ്യപൂർണമാക്കുന്നത്. 1. കുടുംബത്തിൽ സഹോദരന്മാർ തമ്മിലുള്ള ബന്ധം. 2. കുടുംബത്തിലുള്ളവർക്ക് അയൽവാസികളുമായുള്ള ബന്ധം. 3. ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ബന്ധം. ഈ 3 ബന്ധങ്ങൾ പരിപുഷ്ടമാക്കുവാൻ ഓരോ കുടുംബവും പരിശ്രമിച്ചാൽ കുടുംബജീവിതം ഭാഗ്യപൂർണമായി തീരും. നല്ല ജീവിത പങ്കാളിയോടൊത്തുള്ള കുടുംബം. നല്ല ഭാര്യയോടൊത്തുള്ള ജീവിതത്തിന്റെ സൗഭാഗ്യവും ദുഷ്ടമായ ഭാര്യയോടൊത്തുള്ള നിർഭാഗ്യവും പ്രഭാഷക ഗ്രന്ഥം മാറി മാറി വിവരിക്കുന്നുണ്ട്. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. പ്രഭാഷകൻ 26:1-4. ഇവിടെ പറയുന്ന നന്മകളെല്ലാം ജ്ഞാനം മനുഷ്യന് നൽകുന്ന നന്മകളാണ്. ഉത്തമയായ ഭാര്യ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം പോലെ പ്രധാനപ്പെട്ടതാണെന്നാണ് പ്രഭാഷക ഗ്രന്ഥം പ്രസ്താവിക്കുന്നത്. അതേസമയം ഭാര്യ ദുസ്വഭാവക്കാരിയാണെങ്കിൽ സംഭവിക്കാവുന്ന ജീവിത ക്ലേശങ്ങളും പ്രഭാഷകൻ വർണ്ണിക്കുന്നുണ്ട്. പ്രഭാഷകൻ 25:13-26. ദുസ്വഭാവക്കാരായ ഭാര്യമാരെ അണക്കെട്ട് കെട്ടി വെള്ളത്തിന്റെ ഒഴുക്ക് തടയുന്നത് പോലെ
ഭർത്താക്കന്മാർ നിയന്ത്രിക്കണമെന്നും പറയുന്നുണ്ട്. പ്രഭാഷകൻ 25 നല്ല ഭാര്യമാരുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാഷകൻ വീണ്ടും പറയുന്നു. ഉത്തമയായ ഭാര്യ സൗന്ദര്യവതി കൂടിയാണെങ്കിൽ അവൾ ദേവാലയത്തിലെ വിളക്ക് പോലെയാണ്. അവൾ ഭർത്താവിന്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നു. നല്ല ഭാര്യ മിതഭാഷിണിയും ശാലീനതയും ഹൃദയ നൈർമല്യമുള്ളവളുമായിരിക്കും. പ്രഭാഷകൻ 26:13-18. ജീവിത പങ്കാളികൾ പരസ്പരം നല്ലവരായി വർത്തിച്ചുകൊണ്ട് കുടുംബജീവിതം സൗഭാഗ്യകരമാക്കി തീർക്കുവാൻ ശ്രമിക്കണം. പ്രിയമുള്ളവരെ, അടുത്ത ആഴ്ച വീണ്ടും നമ്മുടെ ഈ പഠനം തുടരാൻ ദൈവം നമ്മളെ എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവത്തിന് സ്തുതി.